എന്താ ഈ ഡിഷിനെ പറ്റി പറയുക എന്ന് ഞാൻ ആലോചിക്കുന്നത്. പണ്ട് ഞാൻ കാനഡയിലുണ്ടായിരുന്ന സമയത്ത് 1-2 പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമുക്കൊരു ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ ഗ്രില്ലായാലും മതി. ഉപ്പും കുരുമുളകും സ്പ്രിങ്കിൾ ചെയ്ത് ഓവൻ ഒരു 240 ഡിഗ്രി ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം ഹാഫ് ആൻ അവർ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു സാലഡ് ഡ്രസ്സിങ് പോലെ ബേസിൽ ലീഫ്, പാഴ്സ്ലി, ഗാർലിക്ക്, പിന്നെ ചോപ്ഡ് ഓണിയൻ, കുരുമുളക്, ഇതെല്ലാം ഒലീവ് ഓയിലും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡ്രസ്സിങ് എന്ന് പറയാൻ. ഞാൻ ഇതിലേക്ക് കുറച്ച് എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ഒരു ചില്ലി ഓയിലും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡാണ്. ഇങ്ങനത്തെ ബ്രെഡ് അതൊരു ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുക. ആ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗാർലിക് ബട്ടർ ഉണ്ടാക്കാം. അത് വളരെ സിമ്പിളാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഗാർലിക്കും ബട്ടറും കുറച്ച് സോൾട്ടും ഇട്ട് കൊടുക്കുക. ഞാൻ 2 ഐസ് ക്യൂബും കൂടി ഇട്ടായിരുന്നു, അത് കാണിക്കാൻ മറന്നുപോയി. അത് അടിച്ച് ചെറിയതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡുമേക്ക് തേച്ച് കൊടുക്കുക, എന്നിട്ട് ടോസ്റ്റ് ചെയ്യുക. എന്തായാലും ഇത്രയൊക്കെ ചെയ്യല്ലേ, അപ്പോൾ കുറച്ച് ഗാർണിഷും കൂടിയും ചെയ്ത് ഒന്നും കൂടി ഭംഗി കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തക്കാളിയുടെ സ്കിന്ന് വെച്ചിട്ട് ഒരു റോസാപ്പൂ ഉണ്ടാക്കി. ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ഭയങ്കര ഹൈപ്പൊന്നും കൊടുക്കണില്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ കുറച്ച് ബേസിൽ ലീഫും കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ സൈഡിലങ്ങ് വെച്ചു. അപ്പോൾ എനിക്ക് തന്നെ തോന്നി കൊള്ളാം, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തായിരുന്നു. ഗ്രില്ലിൽ വെച്ചായിരുന്നു ടോസ്റ്റ് ചെയ്തത്, അത് പാനിൽ വെച്ചായാലും നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. കൂട്ടത്തിൽ നമ്മുടെ ബോൺ മാരോ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ പ്ലേറ്റിംഗ് ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ കട്ടിംഗ് പാഡിൽ തന്നെയാണ് ഒരു പ്ലേറ്റ് എന്ന നിലയ്ക്ക് സെറ്റാക്കി എടുത്തത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡ്രസ്സിംഗ് എല്ലാം ബോൺ മാരോൻ്റെ മേലേക്ക് ആക്കി ബ്രെഡും ലെറ്റസും ഒണിയനും പിന്നെ ലെമണും അതൊക്കെ കൂടി റെഡിയാക്കി വെച്ചു. ചില ഭക്ഷണങ്ങളുടെ സ്മെല്ല് കിട്ടിയാൽ പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ ആകെ കൂടി കൺഫ്യൂഷനാവും. അപ്പോൾ ഒരു കണക്കിന് ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ ബോൺ മാരോ നല്ലപോലെ തട്ടിയെടുത്ത് നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ കൂടെ നമ്മുടെ ബ്രെഡുമേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. കൂട്ടത്തിൽ ഒരു ചെറിയ സ്ലൈസ് ഓഫ് ഓണിയനും ഞാൻ വെച്ച് കൊടുത്തു. അതേപോലെ അതിങ്ങനെ ഇരിക്കും. അത് റെഡിയായി കഴിയുമ്പോൾ അത് വന്നിട്ട് നമ്മുടെ വായിലേക്കാണ്ട് വെച്ചാലുണ്ടല്ലോ, ബട്ടർ മെൽറ്റാവുന്ന പോലെ മെൽറ്റായി പോവും. അതേപോലെ ആ ഒരു ടേസ്റ്റ് അത് പറയാൻ ഒരു ഐഡിയ ഇല്ല, അന്യായ ടേസ്റ്റാണ്. അത് കഴിച്ചവർക്കറിയാം അതെങ്ങനെയാണ് അതിൻ്റെ രുചിയെന്ന്. ഒരു തുള്ളി പോലും നിലത്ത് കളയാതെ ഉള്ളതൊക്കെ ഞാൻ നക്കി തുടച്ചെടുത്തു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്താ ഞാനിനി പറയാം. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇതേപോലെ നല്ല ഫ്രഷ് ബോൺ മാരോ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് കാനഡയിലായിരിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും ടേസ്റ്റ് കിട്ടിയില്ല. ചിലപ്പോൾ അത് ഫ്രോസണായിട്ട് വന്നിരുന്ന ബോൺ മാരോ ആയിരുന്നു, അതുകൊണ്ടാവാം. ഇത് ഞാൻ കടയിൽ നിന്ന് ഫ്രഷായിട്ട് വാങ്ങി ഞാൻ തന്നെ കട്ട് ചെയ്തെടുത്ത ബോൺ മാരോ ആണ്. ചിലപ്പോൾ അതുകൊണ്ടാവാം ഇത്ര ടേസ്റ്റ്. കൂടുതൽ സംസാരിച്ച് ഞാൻ സമയം കളയണില്ല. വീഡിയോ ഓൾറെഡി നല്ല ലെങ്ത്തായി. അപ്പോൾ എനിക്കാണെങ്കിൽ ബാക്കിയുള്ളതും കഴിച്ചും തീർക്കണം. അപ്പോൾ തീരെ സമയമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യുക. ഏറ്റവും ഫ്രഷ് ബോൺ മാരോ സംഘടിപ്പിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ലെസ് ഫോർ ഫുഡ്.